അവരുടെ നടുവിൽ യോഹന്നാൻ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാ, ദൈവം എന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അവൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ തൊട്ടു മുൻപ് സ്നാനപ്പെടുത്തിയ ആളുകളെ പോലെയല്ല, ഞാൻ തൊട്ടു മുമ്പ് ആസ്വദിച്ച ആളുകളെ പോലെയല്ല. ഒരു വ്യത്യസ്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, വ്യത്യസ്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ച യോഹന്നാൻ അഭിഷക്തപൂർണനായ യേശുവിനെ തിരിച്ചറിയുകയാ. ഇന്ന് രാത്രിയിൽ ചില ആളുകൾ യേശുവിനെ തിരിച്ചറിയട്ടെ. ഈ മലമുടക്കിന്റെ പ്രദേശത്ത് ചില ആളുകൾ യേശുവിനെ തിരിച്ചറിയട്ടെ. യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് മാനസാന്തരത്തിന്റെ പൂർത്തീകരണമായ സ്നാനമെന്ന ചവിട്ടുപടിയിലേക്ക് ചില ആളുകൾ ചുവടുവയ്ക്കട്ടെ. യോഹന്നാൻ പറഞ്ഞു, തൊട്ടു മുമ്പ് സ്നാനപ്പെട്ട ആളിനെ പോലെയല്ല ഈ മനുഷ്യൻ, തൊട്ടു മുമ്പ് സ്നാനമേറ്റ ആളിനെ പോലെയല്ല ഈ മനുഷ്യൻ. ഇവനൊരു പ്രത്യേകതയുണ്ട്, ആളുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അവർക്കിതൊന്നും ഒരു പുതിയ കാര്യമല്ല. അവരിങ്ങനെ അവരുടേതായ ജോലിയുടെ തിരക്കിലേക്ക് സ്നാനമേറ്റ ആളുകളും അവിടെ നിൽക്കുന്ന ചിലയാളുകൾ സ്നാനമേൽക്കുവാൻ വരുന്നു. പക്ഷെങ്കിൽ ഒരത്ഭുതം അവിടെ നടന്നു, ഒരത്ഭുതം അവിടെ നടന്നു. വേർതിരിക്കപ്പെട്ടവന് മുമ്പിൽ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കുകയാ. ചരിത്രപരമായിട്ട് അടയപ്പെട്ട സ്വർഗം, 400 വർഷമായിട്ട് അടയപ്പെട്ട സ്വർഗം, 400 സഹസ്രാബ്ദങ്ങളായിട്ട് അടയപ്പെട്ട സ്വർഗം യേശുവിന്റെ സ്നാനത്തിൽ തുറക്കപ്പെട്ടുവെങ്കിൽ ഇന്നുവരെയും അതടഞ്ഞിട്ടില്ല. അത്ര മഹത്തരമാണ് യേശുവിന്റെ സ്നാനം എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാ. ഇത് നിസ്സാര കാര്യമല്ല, ഇത് പെന്തക്കോസ്തുകാരുടെ പ്രക്രിയയല്ല, ഇത് മതത്തിൽ നിന്ന് മതത്തിലേക്ക് ചേർക്കുന്ന മാർഗമല്ല, ഇത് നിത്യജീവനെ കണ്ടെത്തുന്ന മാർഗമാണ്. സ്വർഗം തുറന്നു, സ്വർഗം തുറന്നു. ഇന്ന് രാത്രിയിൽ സ്നാനത്തിലൂടെ സ്വർഗം തുറക്കപ്പെട്ടെങ്കിൽ ഇന്നും ജനകോടികളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അതിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാ. കൃപയാൽ, ദൈവിക സ്നേഹത്തിന്റെ മഹിമയിൽ